നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വിവിധ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് പുണർദം നക്ഷത്രജാതരുടെ പ്രത്യേകത. മതപരമായ കാര്യങ്ങൾക്ക് ഏറെ ശ്രദ്ധ നൽകുന്ന ഈ കൂട്ടർ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ശുശ്രൂഷിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. വളരെ വേഗം കോപിക്കുന്ന സ്വഭാവക്കാരാണിവർ. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഈ നക്ഷത്രജാതർ സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്ത യാതൊരുവിധ കർമ്മങ്ങളിലും ഏർപ്പെടില്ല. തങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത പ്രവർത്തികൾ കണ്ടാൽ ഉടൻ തന്നെ ഇവർ പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അഭിഭാഷക രംഗത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ ഇവർക്ക് സാധിക്കുന്നു. പ്രതികരണശേഷി കൂടുതലുള്ളതിനാൽ ഇക്കൂട്ടർക്ക് ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരുന്നു. വ്യവസായ രംഗത്തും മാധ്യമരംഗത്തും ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നു. പൊതുവെ പുണർദം നക്ഷത്രക്കാർ ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. കൂടാതെ പ്രണയകാര്യങ്ങളിൽ അതീവ തൽപരരുമായിരിക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അമിത സംസാരം മൂലം വഴക്കുകൾ വിളിച്ചു വരുത്തുന്നവരാണ്. പക്ഷേ ശുദ്ധഹൃദയരായ അവർ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നതിനായി പല വിട്ടുവീഴ്ചകളും ചെയ്യുവാൻ തയ്യാറുള്ളവരായിരിക്കും. ഭർതൃപരിചരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് പുണർദം നക്ഷത്രജാതരായ സ്ത്രീകൾ. ജൂൺ മാസത്തിൽ പൊതുവെ നിങ്ങൾക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരി അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകുന്നതാണ്. കുറച്ചുകൂടി വലിയ വീട് വാങ്ങി താമസം തുടങ്ങുവാനായുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുമാണ്. വിവാഹം കഴിഞ്ഞ് വേർപെട്ട് താമസിച്ചിരുന്ന ദമ്പതികളാണെങ്കിൽ ഒരുമിച്ചു താമസിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ജോലിക്കാർക്ക് തങ്ങളുടെ മേലധികാരിയുടെ പ്രത്യേക പരിഗണനയിൽ ഉദ്യോഗത്തിൽ പ്രമോഷൻ കിട്ടുന്നതാണ്. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട ഉപരിപഠനം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. എന്നാൽ തന്നെയും പരീക്ഷാ വിജയം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അനുഭവപ്പെടാത്തതുകൊണ്ട് ഉള്ള മാനസിക പ്രയാസം കാണുന്നുണ്ട്. നിങ്ങളുടെ പുനഃപരീക്ഷയിൽ പ്രതീക്ഷിച്ചതിലുമുപരി വിജയം ലഭിക്കുന്നതായാണ് കാണുന്നത്. നിങ്ങളുടെ ദുർവ്യയം കുറയ്ക്കേണ്ടുന്ന സമയമാണിത്. അതിലുപരി നിങ്ങളുടെ ആർഭാടങ്ങളും ആഘോഷങ്ങളും നിയന്ത്രിക്കുന്നതു വഴിയുള്ള സാമ്പത്തിക മെച്ചമുണ്ടാകുന്നതായി കാണുന്നു. അവിവാഹിതരാണെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ജൂലൈ കഴിഞ്ഞ് ചിന്തിക്കുന്നതാണ് ഉചിതമെന്ന് കാണുന്നു. കൂടാതെ നിങ്ങൾക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ട് താമസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക രംഗം തൃപ്തികരമാണെങ്കിലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ജീവിക്കാനാകുന്നു. നിങ്ങൾ ഏർപ്പെടുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലും ഉപരി വിജയമുണ്ടാകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സെപ്റ്റംബർ പകുതി കഴിഞ്ഞ് നിങ്ങൾക്ക് വിദേശത്തുള്ള ജോലിക്കോ ബിസിനസ്സിനോ ശ്രമിക്കാവുന്നതാണ്. ആഗ്രഹ സഫലീകരണം കാണുന്നു. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ മികവ് തെളിയിക്കാൻ കഠിന പ്രയത്നം വേണ്ടിവരുന്നതാണെങ്കിലും ഫലാർഹങ്ങളാണ്. നിങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാക്കുന്നതിനും തിരുത്തുവാനും ഭാവിയിൽ അതൊന്നും ആവർത്തിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്ക് പിൽക്കാലത്ത് ഗുണഫലാർഹങ്ങളാണ്. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ അസ്വാരസ്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. സന്താന സൗഭാഗ്യം, സന്താന ശ്രേയസ്, സന്താനങ്ങൾ മുഖേനയുള്ള അഭിമാന നേട്ടം എന്നിവ അനുഭവയോഗ്യമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് പലവിധത്തിലുള്ള ബാഹ്യപ്രേരണകൾ ഉണ്ടായാലും വിദഗ്ധോപദേശം തേടാതെയുള്ള പണനിക്ഷേപം അരുത്. ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യമുള്ള സഹോദരങ്ങളുടെയോ സന്താനങ്ങളുടെയോ സമീപനത്തിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നതാണ്. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെയധികം ഈശ്വരാധീനം
അനുഭവയോഗ്യമാകുന്നതാണ്. സ്വജനങ്ങളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുമുള്ള വിപരീത പ്രതികരണങ്ങൾ വന്നുചേരുന്നതിനാൽ അവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കല, സാഹിത്യം, സിനിമ മേഖലകളിലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാലയളവാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ. എന്നാൽ ലക്ഷ്യബോധമുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നതായി കാണുന്നുണ്ട്. യശസ്സ്, കീർത്തി, വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക പുരോഗതി എല്ലാം നിങ്ങളെ തേടി വരുന്നതായാണ് അനുഭവയോഗ്യമായിട്ടുള്ളത്. രാജ്യസേവനം, ഭരണം, പ്രതിരോധം, വിവിധ സേനകൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ജോലിഭാരം കൂടുതലായി വരുമെങ്കിലും നിങ്ങളുടെ കുടുംബ, സാമൂഹിക, സാമ്പത്തിക കാര്യങ്ങളിലുള്ള അഭിവൃദ്ധിയിലൂടെ മനസ്സിന് സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. അംഗീകാരങ്ങൾ, അവാർഡുകൾ, ആദരവ് എന്നിവയ്ക്കെല്ലാം നിങ്ങൾ അർഹരാവുന്നതായും കാണുന്നു. അവസരോചിതമായി പ്രവർത്തിക്കുവാനുള്ള സമചിത്തതയും യുക്തിയും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ജൂൺ അവസാന പാദത്തോടെ നിങ്ങളുടെ ബിസിനസ്സിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയുന്നതായാണ് കാണുന്നത്. എന്നാൽ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ജോലികൾ ലക്ഷ്യപ്രാപ്തി നേടുന്നതായും തെളിയുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന മനോഭാവത്തിന് നിങ്ങൾക്ക് അനുമോദനങ്ങൾ ലഭിക്കുന്നതാണ്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് സർക്കാർ തലത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നതായാണ് കാണുന്നത്. ബിസിനസ്, സ്വയം തൊഴിൽ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ ബൃഹത് സംരംഭങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ സംരംഭത്തിന് തുടക്കമിടുന്നതാണ്. പ്രൈവറ്റ് ജോലിക്കാർ തങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടി വരുമെങ്കിലും സുഹൃത്തിൻ്റെയോ വളരെ അടുത്ത ആളുകളുടെയോ സ്ഥാപനത്തിൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളിലൂടെ സുഖദുഃഖങ്ങൾ ഒരേപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ കൈവരുന്നതായും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെ സന്ദർശിക്കുവാനും പൂർവകാല സുഹൃത്തുക്കളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനുമുള്ള ഭാഗ്യാവസരങ്ങൾ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളിലോ കർമ്മമണ്ഡലങ്ങളിലോ നിങ്ങളുടെ സ്വയംഭരണാധികാരം മൂലം ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് പരാജയ സാധ്യതയും അപകീർത്തിയും കാണുന്നതുകൊണ്ട് ഈ രംഗങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രത വേണ്ടുന്ന സമയമാണ്. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകളിലും ഭൂമി ക്രയവിക്രയങ്ങളിലും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായി ജന്മനാട്ടിലേക്ക് യാത്ര വേണ്ടി വരുന്നു. കുടുംബക്കാരുമായുള്ള വസ്തുതർക്കം രമ്യമായി പരിഹരിക്കുവാനും നിങ്ങൾക്ക് അർഹമായ പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാനുമുള്ള യോഗം കാണുന്നു. ഈശ്വര പ്രാർത്ഥനകളാലും പരിശ്രമത്താലും വ്യാപാര, വ്യവസായ, വിപണന മേഖലകളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ശുഭസൂചകങ്ങളായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി സംതൃപ്തി ഉണ്ടാവുന്നു. അനാവശ്യമായ സംശയം, മുൻകോപം, അമിത വേഗം തുടങ്ങിയവ മൂലം കുടുംബ ബന്ധങ്ങളിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നേക്കാമെന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അഭിലഷണീയമാണ്. ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വളരെയധികം അനുകൂലമായ സമയമാണ്. തുടർമാസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നുചേരുന്നതായും കാണുന്നു. നിങ്ങളുടെ സൂക്ഷ്മത കുറവ് കൊണ്ടും അനാവശ്യമായ ചിന്തകൾ കൊണ്ടുമുള്ള അപകടങ്ങൾക്ക് സാധ്യത കാണുന്നതിനാൽ വാഹന ഉപയോഗത്തിലുള്ള അതീവ ശ്രദ്ധ ഗുണം ചെയ്യുന്നതാണ്. ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ മനസ്സമാധാനം കൈവരുന്നതായും ഈശ്വരാധീനം വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്. വിവാഹിതർക്ക് തങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിന് അനിഷ്ടതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. സങ്കീർണ പ്രശ്നങ്ങളാവാതെ പിൽക്കാലത്ത് വേർപെടേണ്ട സാഹചര്യം ഒഴിവാക്കേണ്ട സമയമാണിത്. മാതൃ, പിതൃ, സഹോദര സ്ഥാനത്തുള്ളവർക്ക് വളരെ അനുകൂലമായ സമയമാണിത്.
നിങ്ങളുടെ സർവ ജീവജാലങ്ങൾക്കും സൗഖ്യം ഭവിക്കട്ടെ എന്ന ആശയത്തോടു കൂടിയ പ്രവർത്തന ശൈലി സർവാദരങ്ങൾക്കും ബഹുമാനത്തിനും വഴിയൊരുക്കുന്നതാണ്. ഇനി ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ഗണപതി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സാധുജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. സാധിക്കുമ്പോഴെല്ലാം തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി എണ്ണ, ചന്ദനത്തിരി, കർപ്പൂരം, പുഷ്പങ്ങൾ എന്നിവ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ദോഷാനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കുവാനും ഗുണഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുവാനുമുള്ള അർഹത നേടുവാനും സഹായിക്കുന്നു. കൂടാതെ ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും വളരെയേറെ സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.